ഏറ്റവും ആദരണീയനായ സാംജി അച്ഛൻ, അതുപോലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ചിന്തിക്കുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഹോൾട്ട് ചെയ്യപ്പെടും. ആ ഹോൾട്ട് ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ വളരെ കുറച്ചൊരു കാലഘട്ടത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ വിശാലമായ ഒരു കാലഘട്ടത്തിലേക്കായിരിക്കാം. എത്ര കുറഞ്ഞ സമയമാണെങ്കിലും നമ്മൾ ഹോൾട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നമ്മളുടേതായ ഒരു വിരൽപ്പാട് ഇടാൻ സാധിച്ചാൽ നമ്മൾ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. സാംജി അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെ ഹോൾട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോയതാണ്. ഇനി ഈ വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്ന് പറയുന്നത് പലതരത്തിലാണ്. മനസ്സിൻ്റെ ആഴങ്ങളിലുള്ള ആത്മാർത്ഥതയിൽ നിന്ന് നമ്മൾ അറിയാതെ പ്രവഹിക്കുന്ന നന്മയുടെ അംശങ്ങളാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുക. അതേസമയത്ത് ഇല്ലാത്ത നന്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അത് ആർക്കും പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. അതല്ലാതെ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ അംശങ്ങൾ ഒരു മനുഷ്യൻ അറിയാതെ തന്നെ അത് പുറത്തേക്ക് പ്രവഹിക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ താൻ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം പലരുടെയും മനസ്സിൽ മായ്ക്കപ്പെടാത്ത ചിത്രമായി മാറുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ജീവിതത്തിൽ വിജയിച്ചു മുന്നേറുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും. അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛൻ്റെ 2 പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ചെറിയ അറിവ് കിട്ടിയത്. ഒന്നാമത്തെ കാര്യം, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ അച്ഛൻ ജീവിതകാലം മുഴുവനും ഇങ്ങനെ പരീക്ഷകൾ എഴുതാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം അച്ഛൻ, എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ 4 വിഷയങ്ങളിൽ ഡിഗ്രിയും 2 വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അത് കഴിഞ്ഞ് ഒരു ഡോക്ടറേറ്റും കൂടെ കൈമുതലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ പഠനത്തോടൊപ്പം അച്ഛന് കിട്ടിയ ഉത്തരവാദിത്തങ്ങളെ മനസ്സോട് ചേർത്ത് നിർത്താൻ സാധിച്ചപ്പോ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകം എടുത്തു നോക്കിയാൽ ഇപ്പൊ തനത് കുട്ടനാട് എന്താണെന്ന് എന്നെപ്പോലുള്ള ഈ കേരളത്തിലെ ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും അറ്റത്ത്, ഏറ്റവും വടക്കേ അറ്റത്ത് താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട് പാഠപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലോ ഉള്ള കഥകളുടെ സ്ഥലമാണ്. വല്ലപ്പോഴും മാത്രം അതിലേക്ക് കടന്നുപോയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ കുട്ടനാട് എന്താണെന്നും കുട്ടനാടിന്റെ ചരിത്രം എന്താണെന്നും അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം 10-50 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നുവെന്നും ഇപ്പോഴെന്തായിരുന്നു എന്താണെന്നും ഇനി എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുമുള്ള വ്യക്തമായ ധാരണയോടുകൂടി അദ്ദേഹം പുസ്തകം എഴുതി. അതായത് കുട്ടനാടിനെ കുറിച്ച് അറിയാത്ത ഒരാളുടെ മനസ്സിൽ കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതാൻ പറ്റണമെങ്കിൽ അവിടെ നിന്ന് ഒരു പക്ഷേ തന്റെ പഠനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപേ പോന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രമാത്രം നൊസ്റ്റാൾജിക്കായിട്ട് തൻ്റെ ആ പ്രദേശം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് മാറി ജോലിയുടെയൊക്കെ സൗകര്യാർത്ഥം കുറച്ചുകൂടെ ടൗണിലേക്ക് മാറി താമസിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ഞാൻ മനോഹരമായി ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എന്നെ വളരെയധികം എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ പുറത്തെടുക്കാൻ മറന്നുപോകും, നമ്മൾ ആ സ്ഥലമൊക്കെ വിട്ടുപോകും. പക്ഷെ അച്ഛൻ്റെ പുസ്തകത്തിൽ അച്ഛൻ അവിടെ കണ്ട മനുഷ്യരെ കുറിച്ച്, വെറും പച്ചയായ മനുഷ്യരെ കുറിച്ച് ഒരു പോളിഷ്നെസ്സും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എത്രത്തോളം ആ ഗ്രാമപ്രദേശത്തോട് ചേർന്ന് വളർന്ന ഒരു കുട്ടിയായിരുന്നു അച്ഛൻ. ആ കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞ് അച്ഛൻ പൗരോഹിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്നൊക്കെ പുറത്തേക്ക് പഠിക്കാനൊക്കെ പോയി. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അച്ഛൻ ഏത് സമൂഹത്തിലാണോ അവിടെ അച്ഛൻ അറിയാതെ തന്നെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുകൂടാതെ
അച്ഛൻ്റെ വളരെ സൗമ്യമായ സാന്നിധ്യവും പെരുമാറ്റവുമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. ഷാജി ചേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്. അതായത് ഷാജി ചേട്ടൻ പറഞ്ഞത് എത്രയോ പുരോഹിതന്മാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ എത്രയോ പുരോഹിതന്മാർ ഇവിടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടൊക്കെ വന്ന് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ സാംജി അച്ഛൻ്റെ പ്രത്യേകത എന്താണ്? തീർച്ചയായിട്ടും അദ്ദേഹം യാതൊരു വ്യത്യാസവും കൂടാതെ ഇവിടുത്തെ മുഹമ്മ എന്ന് പറയുന്ന ഈ ഗ്രാമപ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. എവിടെയാണോ എന്തിനാണോ ഈ ഗ്രാമത്തിൽ ഒരു കുറവുള്ളത് അവിടേക്ക് എത്തിച്ചേരാൻ അച്ഛൻ ശ്രമിച്ചു. അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെയുള്ള കുട്ടികളെയും കൊണ്ട് അച്ഛൻ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയെന്നു. അച്ഛൻ എന്നോട് ഒരു പദ്ധതിയെക്കുറിച്ച് ഒരു വർഷം മുൻപേ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ചെയ്യണമെന്ന് ഞാനും അച്ഛനും ഒരുപാട് ആഗ്രഹിച്ചു. മറ്റൊന്നുമല്ല, ചേർത്തലയിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്ന കുറച്ച് പ്രായമുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടാക്കി കുട്ടികൾക്കും ഒരു സാഹിത്യത്തോടും കലയോടുമുള്ള ഒരു താല്പര്യം വളർത്തുന്ന തരത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഞങ്ങളിത് ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദുഃഖം എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും പറ്റാത്തൊരു അമ്മ മനസ്സായതുകൊണ്ട് എനിക്ക് പിന്നെ അച്ഛൻ്റെ ആ കാര്യം തുടർന്നു കൊണ്ടുപോകാത്ത രീതിയിൽ ഒരു ചർച്ചയിൽ വരാനോ ചെയ്യാനോ സാധിക്കാത്തത് എനിക്കൊരു വിഷമമായിട്ട് മനസ്സിലുണ്ട്. അച്ഛൻ എന്നോട് അച്ഛൻ ട്രാൻസ്ഫർ ആണ് എന്ന് പറയുന്നതിന് കുറച്ച് ദിവസം മുൻപ് ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്തിരുന്നു. അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ എനിക്ക് ആ അച്ഛനോടൊന്നുകൂടെ ഡിസ്കസ് ചെയ്ത് ആ പദ്ധതി ഇവിടെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് അച്ഛൻ ട്രാൻസ്ഫർ ആകുന്നു എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, അച്ഛൻ ശ്രമിക്കുന്നത് ഓരോ മേഖലയിലും അച്ഛൻ പരിചയപ്പെടുന്ന വ്യക്തിത്വങ്ങളെ എങ്ങനെ കുട്ടികൾ, അതായത് ഒരു യുവതലമുറയ്ക്ക് പ്രയോജനപ്രദമാക്കി അവരെ എങ്ങനെ എഡ്യൂക്കേഷന്റെ, അതായത് വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടമാക്കി വളർത്തിയെടുക്കാം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇവിടെ ആരോ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു കൊച്ചുകുട്ടി പോലും അച്ഛൻ പോകുന്നു എന്ന് പറയുമ്പോൾ സങ്കടപ്പെടുമെന്ന് പറയും. അധ്യാപകർക്കുള്ള ഒരു ഗുണം അതാണ്, അല്ലേ? നമ്മളൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ ടീച്ചറെ പോകല്ലേ എന്ന് പറയാൻ ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ്. അച്ഛനറിയാം, അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ്. അതായത് എൻ്റെ മകൻ പെട്ടെന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ ജൂണിൽ എൻ്റെ മോൻ 2 ദിവസം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന ഇനി മരണം വരെ അത് ഒരേ വേദന തന്നെയായിരിക്കും. ആ വേദനയ്ക്ക് 1% പോലും കുറവ് വരില്ല. പക്ഷെ അപ്പൊ നമ്മളെ താങ്ങി നിർത്തുന്ന ആളുകളുണ്ട്, അച്ഛൻ ഉൾപ്പെടെ. അച്ഛനെ ഞാൻ അതിനു മുൻപ് കണ്ടിട്ടുള്ളത് 2 പ്രാവശ്യം. പക്ഷെ അത് അറിഞ്ഞപ്പോൾ, ആ സമയത്ത് അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിലും അറിഞ്ഞ ഉടനെ അച്ഛൻ പറഞ്ഞു, ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന ഉടനെ ടീച്ചറിന്റെ അടുത്തേക്കാണ് വന്നത്. അത്രത്തോളം ഞാൻ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന അറിവ് എനിക്ക് സന്തോഷം പകരും. ഞാൻ പറഞ്ഞത് ഇതാണ്, അങ്ങനെ നമ്മളെ ജീവിതത്തിൽ തകർന്നു പോകുന്ന സമയത്ത് നമ്മളെ താങ്ങി നിർത്താൻ ഒരു 10 പേര് ചുറ്റുമുള്ളപ്പോൾ ആ താങ്ങി നിർത്തലാണ് നമ്മുടെ വിജയം. ആ തരത്തിലാണെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ ഞാനൊരു വിജയമായി എന്ന് എനിക്ക് തോന്നിച്ചത് എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ തകർന്നു നിന്ന സമയത്ത് എന്നെ താങ്ങി നിർത്തിയ എൻ്റെ കുട്ടികളാണ്. എന്നെ വീട്ടിൽ വന്ന് വിളിച്ച് ടീച്ചർ വരാതെ ഞങ്ങൾക്കതൊരു സ്കൂളാകില്ല എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധമായിട്ട് വിളിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് ഞാൻ ഒരുങ്ങാതെ വന്നാൽ, ഞാൻ അലസമായി ഡ്രസ് ചെയ്ത് വന്നാൽ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന് എന്നെ താങ്ങി എൻ്റെ മക്കളുണ്ട്. അവർ +2 കുട്ടികളാണ്. +2 കഴിഞ്ഞിട്ട് അവരിപ്പോൾ പോകുന്ന സോഷ്യലിന് അവരെനിക്ക് തന്നൊരു സമ്മാനമുണ്ട്. എന്നെ പോലെ ഞെട്ടിച്ചുകൊണ്ട് അവരെനിക്ക് തന്ന സമ്മാനം, ഞാനും എൻ്റെ കുട്ടികളും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ലാമിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അവർ എഴുതിയ ഒരു ക്യാപ്ഷനുണ്ട്, എലിസബത്തിൻ്റെ സ്വർഗരാജ്യം. ഇതാണ് എൻ്റെ അധ്യാപന ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്മാനം. അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനത്തിൽ ഒന്നാണ് ഞാൻ നേരത്തെ കേട്ടൊരു കാര്യം. അതായത് ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടി പോലും വേദനിക്കും സാംജി അച്ഛൻ ഇവിടുന്ന് പോയാലെന്ന്. തീർച്ചയായിട്ടും അച്ഛൻ്റെ പാദങ്ങളിൽ ഞങ്ങൾ വന്ദിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പോലും അതിമനോഹരമായിട്ട് ലളിതമായിട്ട് ഇറങ്ങിച്ചെല്ലാൻ
സാധിച്ച അച്ഛന് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ 100,000 10,000കണക്കിന് ആളുകളുടെ മനസ്സുകളെ തഴുകി അവർക്ക് ശാന്തി കൊടുത്ത് അവർക്ക് നന്മകൾ വിതറി ആ കൊച്ചുകുട്ടികളെ ഒരു യുവതലമുറയും വളർത്തിയെടുക്കാൻ അച്ഛന് സർവേശ്വരൻ ഇനിയും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.